ഹലോ ഗൈസ്, ഇന്ന് എന്താണ് പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പുറത്തു പോയി കറങ്ങാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മുടെ നന്ദുവിന് പനി പിടിച്ച് ആള് നല്ല ആക്റ്റീവായിരുന്ന ഒരാൾ പെട്ടെന്ന് ഭയങ്കര ഓഫായി പോയ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഞാനപ്പോൾ വിചാരിച്ചു, ഓക്കെ പാവമല്ലേ, നമ്മളിങ്ങനെ അങ്ങനെ എന്താണ് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കിയാണ് കൊടുക്കുന്നത്. സാധാരണ അവനാണ് നമുക്ക് ഫുഡെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി തരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ശരി, പാവമല്ലേ. പനി ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? കഞ്ഞി ഗൈസ്, കഞ്ഞിയും പയറും. അപ്പോഴത്തേക്ക് നമ്മുടെ മലയാളികളുടെ കഞ്ഞിയും പയറും ഉണ്ടാക്കി കൊടുത്ത് അവനെ ഒന്ന് ഊർജ്ജസ്വലനാക്കി വെക്കാന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കഞ്ഞി. കാണാൻ ഇറുണ്ട് ഇതിൻ്റെ അകത്ത്. പുതിയ ഇറാണ്, മറ്റേ ലവ് ലാംഗ്വേജ് വിറ്റാമിൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഈ കഞ്ഞിക്കകത്തുണ്ട്. ഒരാളെ കാണിച്ചു തരാം. എന്ത് പാവമായിട്ട് കിടക്കുന്ന ഇത്രയും പാവം പനി വന്നാൽ മാത്രമേ നന്ദുവിന് കിട്ടൂ. ആ ഒരു ശവാഗതി ആയി കിടക്കുന്നു. നന്ദു പനി എന്തെങ്ങനെയുണ്ട് നന്ദു? ഈ മുറി ഒന്ന് കാണി. മുറിയിൽ ഫുള്ളും പാരസെറ്റമോളിന്റെ യൂക്കാലിക് തൈലത്തിന്റെ വിക്സിന്റെ എല്ലാത്തിന്റെയും മണം. ഒരു പനി റൂമായിട്ട് കിടക്കുകയാണ്. നന്ദു തേടിയിട്ടുണ്ടോ? നന്ദു ഫുള്ളും സ്വെറ്റായിട്ട് വയ്യാതിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് നടക്കുന്നതെന്ന് കൂടി ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഹലോ 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 ഹലോ. പോരാത്തതിന് നാളേക്ക് നന്ദുവിന് എക്സാം വേറെയാണ്. ഇനി എന്ത് ചെയ്യുന്ന ബുക്കൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. നന്ദു ഇങ്ങനെ കിടക്കുകയാണ്. ആ മുറിയൊക്കെ വൃത്തിയില്ലാതെ ഇരിക്കും. കാരണം നന്ദു ഇവിടെ കുറച്ച് നേരം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അറിയാമല്ലോ ഗൈസ് എങ്ങനെയാണെന്ന്. അത് പനി വന്നാലും അവന് കളിയാക്കുന്നത് ഞാൻ വിടാറില്ല. അത് എൻ്റെ ഒരു ലവ് ലാംഗ്വേജ്. പരീക്ഷ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ഇതൊക്കെ ആയിരിക്കും വ്ലോഗ്. ഇത്ര വ്ലോഗ് ഇങ്ങനെയൊന്നും കാണത്തില്ല ഇന്ന്. എന്നാലും പറ്റുന്നത്ര നമ്മൾ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ബൈ. അപ്പം നമ്മുടെ പാവം ആളിതാ ഇങ്ങനെ കഞ്ഞി ഇങ്ങനെ കുടിക്കുകയാണ്. ഉപ്പ് നല്ല ഇട്ട്. ഇത് ആക്ച്വലി ഇവന്മാർ എന്നെ നല്ല പ്രിൻസസ് പോലെ നോക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ പ്രിൻസിന് കുറച്ച് അവസ്ഥ വന്നപ്പോ ഈ ഞാൻ പ്രിൻസസ് എല്ലാം നോക്കാണ്ട് വരും. അതുകൊണ്ടാണ് വയ്യാതെ ஏதோ அந்த அக்கானால பண்ணிட்டு இருக்கோம். ஆയിരിക്കും இது. ஏதாச்சும் சாப்பாடு கிடைச்சா போதும்னு இருக்கேன். டேஸ்ட் எல்லாம் முக்கியம் இல்லை. காய்ச்சல் போய் நாளைக்கு எக்ஸாம் எழுதணும், அதுதான் முக்கியம். കാരണം എനിക്ക് ഇവിടെ പനിയില്ല. ഞാൻ നന്ദുവിന് വേണ്ടി മാത്രമാണ്. സെക്കൻഡ് ട്രിപ്പ് ബിരിയാണി വെച്ചാൽ അதையும் പുടിങ്ങി സാപ്പിട്ടുவேன். അതേ இந்த വ്ളോഗിലേക്ക് ചിക്കൻ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തത് തിരിച്ചുവിടാൻ. അപ്പോൾ ഗൈസ് ഞാൻ പഠിക്കാൻ പോവുകയാണ് ഗൈസ്. കാരണം എനിക്ക് മാർച്ച് കുറച്ച് പരീക്ഷയുണ്ട്. സോറി, നോട്ട് മാർച്ച്, ഏപ്രിൽ. എനിക്ക് കുറച്ച് പരീക്ഷയുണ്ട്. അത് മാത്രമല്ല നന്ദൂര് നാളെ പരീക്ഷ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവൻ അവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നും ഞാനും പഠിക്കാം. അപ്പം ഞാൻ പഠിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ നടക്കാൻ ഇറങ്ങി അല്ലേ? പനി കുറച്ച് കുറവുണ്ടോ? இப்போ கொஞ்சம் காய்ச்சல் பரவாயில்ல. இன்னைக்கு எனக்கு டே வந்து பார்த்தீங்கன்னா ஃபஸ்ட்டாக போச்சு. അതെ, നമ്മളിന്ന് ഒരുപാട് പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് എല്ലാം പോയി. பட் இருந்தாலும் கொஞ்சம் ஃபஸ்ட்டாக தான் போச்சு. എനിക്ക് എപ്പോഴും മാത്രമല്ല ഇത് നടക്കാൻ വിചാരിച്ചു. ഇന്നലെ ഒന്നും നടന്നില്ല. ഇന്നലെ ഫുള്ള് നമ്മുടെ ചീറ്റ് ഡേ ആയിരുന്നു. കഴിച്ചു அதான். ஆனால் நாங்கள் வந்து எப்போவுமே லூடோ விளையாடுவோம். അതെ, டெய்லியும் ஒரு 2-3 ஹவர்ஸ் லூடோவிலே ஸ்பெண்ட் பண்ணுவோம். அது வந்து எங்களுக்கு ஒரு செம என்டர்டெயின்மெண்ட்டான ஒரு இது. നന്ദുവിൻ്റെ ഇത് കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നന്ദുവിൻ്റെ ഫ്രണ്ടിൽ പോവാം. നന്ദു എൻ്റെ മുഖത്ത് കൊണ്ടുവരാതെ. അതായത് നന്ദുവിൻ്റെ സൗണ്ട് കേട്ടാൽ നമുക്ക് അറിയാൻ പറ്റും നന്ദുവിന് നല്ല പനിയുള്ള കാര്യം. ഞാനിപ്പോൾ വിചാരിച്ചു ഓക്കെ നടന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പനി കൂടും, അല്ലെങ്കിൽ പനി കുറയും. നമുക്ക് നോക്കാം. ഈ ഓട്ടം വരാതെ